ഹലോ, വെൽക്കം ടു സ്നേഹ ടേസ്റ്റ് സ്റ്റൈൽസ്. നമുക്കിന്നൊരു രാജസ്ഥാനി സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അതിൻ്റെ പേരാണ് കലാക്കന്ദ്. ആദ്യം തന്നെ നമുക്ക് സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള പനീർ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണ്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പിരിഞ്ഞ് പാലിൽ നിന്ന് നമുക്ക് ആ പനീർ വിട്ട് കിട്ടും. നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ പനീർ ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്തിയും സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പാലും കുറച്ച് നാരങ്ങാനീരും മാത്രം മതി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പാലിൽ നിന്ന് അതെല്ലാം വിട്ട് മാറിക്കിടക്കും. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പനീർ വെള്ളം കളഞ്ഞെടുക്കാം. എന്നിട്ട് 3-4 വട്ടം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരുപാട് പുളിപ്പ് കാണത്തില്ല, എങ്കിൽ പോലും ഒരു 3-4 വട്ടം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു അരിപ്പയിലാണ് ഇത് മാറ്റുന്നത്, അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനും എളുപ്പമുണ്ട്. കണ്ടോ, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് നമുക്ക് എയർ ടൈറ്റായിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ വെള്ളം കളഞ്ഞെടുത്ത പനീർ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിലെ വെള്ളാംശം എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. വീട്ടിൽ പാലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആകെ വേണ്ടുന്നത് പാലും പനീറും പഞ്ചസാരയും മാത്രമാണ്. വെറൈറ്റി സ്വീറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. 1947 രാജസ്ഥാനിലെ അൽവാർ എന്ന നഗരത്തിൽ ബാബ താക്കൂർദാസ് ആൻഡ് സൺസ് എന്ന കടയിൽ പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയൊരു മിഠായിയാണ് ഇത്. അങ്ങനെ കലാകന്ദ് ഇന്ത്യയിൽ ഫുള്ള് പ്രശസ്തമായി. നമ്മൾ പഞ്ചസാര ചേർത്ത പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി പാല് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. നിർത്താതെ ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഈ പാല് വറ്റുന്നതനുസരിച്ച് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി ആ പാലിലോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ എടുത്ത പാല് മുഴുവനായി വറ്റി കുറുകി വരണം. പാൽ അടുക്കി പിടിക്കാത്ത പാത്രം നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ എടുത്ത പാല് ഒരു പകുതി വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ച പനീർ ചേർത്ത് കൊടുക്കണം. വെള്ളം കളഞ്ഞു വെച്ച പനീർ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കി പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കാനൊന്നും നോക്കരുത്, കാരണം ഇത് അരഞ്ഞു പോകും. നമ്മുടെ ഈ സ്വീറ്റ് ഒരു തരിതരിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആ പനീർ നമുക്ക് ആ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ പനീർ ആ പാലിൽ കിടന്ന് മുഴുവനായി വറ്റി കുറുകി വരണം. നന്നായിട്ട് ഇളക്കി ഈ പാല് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടി ചിലപ്പോൾ ഇങ്ങനെ ഉണ്ട കെട്ടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു സ്വീറ്റാണിത്. നമ്മൾ എടുത്ത പാലൊന്ന് വറ്റിച്ചെടുക്കണം, അത്രയേ വേണ്ടൂ. ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഈ പാല് വറ്റി വരുന്ന ഒരു താമസം എടുക്കും, അത് മാത്രമേ ഉള്ളൂ. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം.
മായം ഒന്നും ചേർക്കാത്ത സ്വീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഈ പനീറും പാലും ഉള്ളപ്പോൾ എന്തായാലും ഈ സ്വീറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുകയും വേണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പാല് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം. സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും അറിയാൻ പറ്റത്തുള്ളൂ. പാല് വറ്റി വരുമ്പോൾ തന്നെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. ഒട്ടും തന്നെ പാലില്ലാതെ നമുക്ക് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ആ വറ്റി വന്നതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും. നാരങ്ങാനീര് ഒഴിച്ചെങ്കിൽ ഒരുപാട് പുളിപ്പ് വരുത്തൊന്നുമില്ല. നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നാരങ്ങാനീരും അതിലേക്ക് പിടിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി ആ പാത്രത്തിൽ നിന്ന് മുഴുവനായിട്ടും വിട്ട് വരണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യ് തേച്ചൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ഇതിലിപ്പോൾ ആൽമണ്ട് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇതിനി ഒന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ കലാകന്ദ് റെഡി. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാണ് എടുക്കുന്നത്. ഓവർനൈറ്റ് വെച്ചില്ലെങ്കിലും ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സ്വീറ്റ് ലവേഴ്സ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ കട്ട് ചെയ്ത സ്വീറ്റ് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.